ബിസിനസ്സിൽ ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നാണ് ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. ഒരു ഈക്കോ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, സപ്പോർട്ടിംഗ് സിസ്റ്റംസ്, ഫിനാൻസ് സിസ്റ്റംസ്, മാർക്കറ്റ് സിസ്റ്റംസ്, റെഗുലേറ്ററി സിസ്റ്റംസ്, പീപ്പിൾ, കസ്റ്റമേഴ്സ്, ഇൻഡിവിജ്വൽസ് എല്ലാം കൂടി ഭാഗമായ ഒന്നിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു ഈക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ഒരു വലിയ ഈക്കോ സിസ്റ്റം 35-40 വർഷത്തിന് മുമ്പായിട്ട് സണിവെയിൽ, സിലിക്കൺ വാലി, കാലിഫോർണിയയിൽ ഉടലെടുത്തു. ആ ഈക്കോ സിസ്റ്റത്തിൽ ഇന്ന് പല കമ്പനികളും $1 ട്രില്യൺ വാല്യുവേഷനിൽ മുകളിൽ നിൽക്കുന്ന കമ്പനികളാണ്. അപ്പോൾ ആ ഈക്കോ സിസ്റ്റത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇങ്ങനെയുള്ള കമ്പനികളുടെ ആവിർഭാവവും അവരുടെ വളർച്ചയും ഇപ്പോൾ അവരുടെ പൊസിഷൻ. ആ ഈക്കോ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഈ നിലയിൽ എത്താനുള്ള ചാൻസ് കുറവായിരുന്നിരിക്കണം. ഇന്ത്യയിൽ നോക്കുമ്പോൾ സോഫ്റ്റ്വെയർ IT-യിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. നമ്മൾ ബാംഗ്ലൂരിനെ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലത്ത് സാരി അല്ലെങ്കിൽ തുണിത്തരങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ട്. കാഞ്ചീപുരം സാരി വേൾഡ് ഫേമസ് ആണ്. അതുപോലെ തന്നെയാണ് ബനാറസ്. ഖുർജ എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്ലാസ് വേഴ്സിൻ്റെ ബിസിനസ് ആവാസ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം പല പ്രൊഡക്ട്സിനും പല സൊല്യൂഷൻസിനും ഒരു ആവാസ വ്യവസ്ഥ ഒരു ബിസിനസ്സിന് വളരെ പ്രാധാന്യമായ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരു ബിസിനസ് ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. ഒരു 10-30 വർഷത്തിന് മുമ്പായിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. അതിനുള്ളൊരു തെളിവാണ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യത്തെ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ടെക്നോ പാർക്ക് ഉണ്ടായത് കേരളത്തിൽ തിരുവനന്തപുരത്താണ്. അതിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ടെക്നോ പാർക്കിന് തത്തുല്യമായ എഡിഫിസസ് ബാംഗ്ലൂരിലും അല്ലെങ്കിൽ ഗുഡ്ഗാവിലും അല്ലെങ്കിൽ ചണ്ഡീഗഡിലും അല്ലെങ്കിൽ ഹൈദരാബാദിലുമൊക്കെ ഉണ്ടാവുകയും വളർന്ന് പന്തലിച്ച് വരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരു കെട്ടിടം കെട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് സഹായം കൊടുക്കുമെന്നോ പറഞ്ഞിട്ട് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവുകയില്ല.